കുരുവംശത്തിലെ രാജാവായ ജനമേജയൻ തന്റെ പിതാവായ പരീക്ഷത്തിനെ കൊന്ന നാഗങ്ങളോട് പ്രതികാരം ചെയ്യാനായി ഒരു സർപ്പസത്രം നടത്തി. അതൊരു യജ്ഞമായിരുന്നു. ജനമേജയൻ നടത്തിയ സർപ്പയജ്ഞത്തിന്റെ ആവാഹന ശക്തിയാൽ നാഗങ്ങളെല്ലാം യാഗാഗ്നിയിൽ വന്നു വീണ് അഗ്നിക്കിരയായിക്കൊണ്ടിരുന്നു. മന്ത്രങ്ങളുടെ ശക്തിയാൽ അഗ്നിയിലേക്ക് അടുത്തുകൊണ്ടിരുന്ന നാഗപ്രമാണിയായ തക്ഷകന്റെ ഊഴമായിരുന്നു അടുത്തത്. തക്ഷകൻ അഗ്നിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കെ യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തിയ ആസ്തികൻ എന്ന മുനികുമാരൻ തക്ഷകന്റെ ജീവൻ ആവശ്യപ്പെടുകയും തന്മൂലം സർപ്പസത്രം നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. ജരത്കാരുമുനിയുടെയും നാഗദേവതയായ മാനസാദേവിയുടെയും പുത്രനായിരുന്നു ആസ്തികൻ. ആസ്തികന്റെ സമയോചിതമായ ഇടപെടൽ മൂലം തക്ഷകനും കൂടെയുണ്ടായിരുന്ന മറ്റു പാമ്പുകളും അഗ്നിക്കിരയാവുന്നതിൽ നിന്നും രക്ഷ നേടി. തക്ഷകനെയും മറ്റു പാമ്പുകളെയും രക്ഷിച്ചത് ശ്രാവണ മാസത്തിലെ ശുക്ല പഞ്ചമി ദിനത്തിലായിരുന്നു. അതിനാൽ ഈ ദിവസം പിന്നീട് നാഗപഞ്ചമിയായി ആഘോഷിക്കാൻ തുടങ്ങി.